അഞ്ജന അനിൽകുമാർ ഈ അപകടം നടന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അപകടം നടന്ന സ്ഥലത്താണ് ഉള്ളത്. അഞ്ജന അനിൽകുമാർ, ഈ അപകടം നടന്നത് എവിടെയാണ്? എത്ര അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് വീണത്? വൈകുന്നേരം 6 മണിയോടുകൂടി ഈ ഭരതനാട്യ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തുകയായിരുന്നു ഉമാ തോമസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കൂ, എവിടെ നിന്ന് എത്ര അടി ഉയരത്തിൽ എങ്ങോട്ടാണ് വീണത്? അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് ഉമാ തോമസും മറ്റ് VIP-കളും ഇരുന്നിരുന്ന ആ ഗാലറിയിലാണ്. ഇവിടെ നമുക്ക് കാണാം കസേരകൾ ഇങ്ങനെ റോയായി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 2 റോയാണ് ഉള്ളത്. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. 1 റോ ഭംഗിയായി ഇടാമെന്നല്ലാതെ 2 റോ ഇടാനുള്ള ഒരു സ്ഥലം ഒട്ടും തന്നെ ഇല്ല. ഈ 2 റോ ഇടുമ്പോൾ ഈ കസേര ഏകദേശമായി ആദ്യത്തെ കസേര ഇവിടെയാണ് വരിക. അതാവുമ്പോൾ തൊട്ട് താഴെയാണ് താഴേക്ക് വീഴുക. നടക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ആദ്യത്തെ റോയിലെ 3ാമത്തെ സീറ്റിലാണ് ഉമാ തോമസ് ഇരുന്നിരുന്നത്. ഈ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കാല് തെന്നി വീഴാതിരിക്കാനായി ഈ ഒരു റിബൺ കെട്ടിയ ബാരിക്കേഡിൽ പിടിച്ചു. പക്ഷേ ഈ ബാരിക്കേഡ് ഉൾപ്പെടെ താഴേക്ക് വീണു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഉമാ തോമസിന്റെ ചെരുപ്പാണ്. ഈ ഇത്രയും താഴ്ചയിലേക്കാണ് ഉമാ തോമസ് വീണത്. അതായത് 2 ആൾ പൊക്കത്തിൽ അധികമുള്ള ഒരു താഴ്ചയുണ്ട്. അത്ര ആഘാതത്തിലാണ് വീണത്. ഇവിടെ ഈ സ്റ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2 തട്ടായിട്ടുള്ള ഒരു സ്റ്റേജാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ തട്ടിൽ ആങ്കേഴ്സ്, മ്യൂസിക് ഷോ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടക്കുന്നത് ഈ ഒരു തട്ടിലാണ്. ഇവിടെ വെച്ചാണ് പരിപാടിയുടെ വിളക്ക് കൊളുത്തുന്ന കാര്യങ്ങളാണെങ്കിലും ആങ്കറിംഗ് ആണെങ്കിലും മ്യൂസിക് ഷോകളാണെങ്കിലും എല്ലാം നടന്നത് ഇവിടെയാണ്. ഇതിന്റെ തൊട്ടു താഴെയാണ് VIP-കൾ ഇരുന്നിരുന്നത്. അതായത് ഉമാ തോമസ്, ഹൈബി ഈഡൻ, അങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ 2 റോയിലായി ഇരിക്കുകയായിരുന്നു. അതിലെ ആദ്യത്തെ റോയിൽ ഇരിക്കുന്നവർക്ക് ഇതിലെ നടക്കാൻ കഴിയില്ല. കാരണം ഇവർക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഇല്ല. കഷ്ടി നടക്കാമെന്നല്ലാതെ അതും ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ താഴെ വീഴും എന്ന അവസ്ഥ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതിരുന്നത്. ഈ സംഘാടകരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പോലും അവർ ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു പരിപാടിക്ക് നടത്തുമ്പോൾ ചെയ്യുന്ന മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സംഘാടകർ പറയുന്നത്. എന്നാൽ പോലീസ് എത്തി പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു, PWD പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള പരിശോധന ഒന്നും തന്നെ നടന്നിട്ടില്ല. ഈ സ്റ്റേജിന്റെ ഒരു പൊലിമ, സ്റ്റേജ് ഭംഗിയാക്കാൻ മാത്രമാണ് അവർ ശ്രമിച്ചത്. 2 റോയിലായിട്ട് കസേരകൾ ഇട്ടിരിക്കുന്ന അവിടെ കാണാം. 2 റോ ഇപ്പൊ കാണുന്നില്ല. പക്ഷേ ഈ 2 റോയിൽ നിറയെ അതിഥികൾ ഉണ്ടായിരുന്നോ? ആ കസേരകൾ മുഴുവൻ നിറഞ്ഞ് അതിഥികൾ ഉണ്ടായിരുന്നു? സ്മൃതി, 2 റോയിലായി തന്നെ അതിഥികൾ ഇരിക്കുകയായിരുന്നു. ഈ അപകടം നടന്നതിന് ശേഷമാണ് ആദ്യത്തെ റോ ഇവിടെ നിന്നും നീക്കം ചെയ്തത്. ഈ 2ാമത്തെ റോ നമുക്ക് ഇപ്പോഴും കാണാം. ഈ ഒരു റോയും ഇത് കൂടാതെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് ഒരു റോ ഉണ്ടായിരുന്നു. അതായത് കസേരകൾ ഇവിടെയാണ് വന്നിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിലൂടെ നടന്നു പോകാനുള്ള ഒരു സ്ഥലമില്ല. പുറകിലൂടെ നടന്നു പോകാൻ സ്ഥലമുണ്ട് എന്നാണ് സംഘാടകർ പറഞ്ഞത്. ഈ അപകടം നടന്നപ്പോൾ മാത്രമാണ് ഇവർ ഈ ആദ്യത്തെ റോ ഇവിടെ നിന്ന് മാറ്റിയത്. ഈ ഇരിപ്പിടങ്ങളെല്ലാം തന്നെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പരിപാടി തുടങ്ങാൻ ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. VIP-കളെല്ലാം തന്നെ ഇവിടെ എത്തി അവരുടെ ഇരിപ്പിടം ഉറപ്പിക്കുകയായിരുന്നു. അഞ്ജന, ആ ബാരിക്കേഡിന് ബലമില്ല എന്നാണ് എനിക്ക് കാഴ്ചയിൽ തോന്നിയത്. അത് റിബൺ കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. റിബൺ കെട്ടിയ വെറും സ്റ്റാൻഡീസ് മാത്രമാണ്. അതെ, അത് തൊട്ടാൽ അത് പിടിച്ച് അതോടുകൂടി വീഴുകയാണ്. അതിൽ ബലം ഊന്നുകയാണ് വീഴാൻ പോയപ്പോൾ ചെയ്ത്. അപ്പോൾ അതടക്കം വീണു. അപ്പൊ ആ ഹൈറ്റ് ഇപ്പോൾ അഞ്ജന നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴോട്ടുള്ള ഹൈറ്റ് നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 15 അടി ഉയരമാണ്. താഴെ കോൺക്രീറ്റ് ആണ്. ആ കോൺക്രീറ്റിലേക്കാണ് മുഖമടച്ചു വീണതല്ലേ അഞ്ജന? തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെയാണ്. ഈ ബാരിക്കേഡിനെ അതിനെ ഒരു സുരക്ഷാ മുൻകരുതലായി നമുക്ക് പറയാൻ പറ്റില്ല. റിബൺ കെട്ടിയ ഒരു അതിർത്തി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. വീഴാതിരിക്കാൻ ഉമാ തോമസ് കയറി പിടിച്ചപ്പോൾ അതുൾപ്പെടെയാണ് താഴേക്ക് വീണത്. അതും ഇത്രയും ഏകദേശം 1 നിലയോളം താഴ്ചയുള്ള ഇടത്തേക്ക് അങ്ങനെയാണ് ഉമാ തോമസ് ചെന്ന് ഈ കോൺക്രീറ്റിലേക്ക് പതിക്കുകയായിരുന്നു. മുഖം അടിച്ച് വീഴുകയായിരുന്നു. അതിനാൽ തന്നെയാണ് കാര്യമായി തന്നെ പരിക്കേറ്റതും രക്തം വാർന്ന നിലയിൽ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അടക്കം സാഹചര്യം ഉണ്ടായത്. നമ്മൾ ഈ സംഘാടകരോട് ചോദിച്ചിരുന്നു, ഇത്രയും താഴ്ചയുള്ള ഒരു സ്ഥലമാകുമ്പോൾ ഇങ്ങനെ ഒരു ബാരിക്കേഡ് അല്ലല്ലോ ഇവിടെ സ്ഥാപിക്കേണ്ടത് എന്നത് നമ്മൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ പൊതുവെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഫ്ലവർ ഡെക്കറേഷനോ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ബാരിക്കേഡുകളാണ്. ഇങ്ങനെ ഒരു അപകടം അത് ഉണ്ടാകുമെന്ന് കരുതിയില്ല. അതിനാൽ തന്നെയാണ് ഇങ്ങനെയൊരു രീതി അവർ ചെയ്തത്. ഇങ്ങനെയാണ് പൊതുവെ പരിപാടികൾക്ക് ചെയ്യുന്നത്
ചെയ്യാറ് എന്നാണ് ഈ ഓസ്കാർ ഇവന്റ്സ്. അവരാണ് ഇവിടുത്തെ സ്റ്റേജും മറ്റ് ഡെക്കറേഷനുകളും എല്ലാം ചെയ്ത ടീം. തൃശ്ശൂരുള്ള ഓസ്കാർ ഇവന്റ്സ് എന്ന ടീമാണ് ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയത്. അവരുടെ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അവർ വേണ്ട രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തില്ല. ഇങ്ങനെ ഒരു അപകടം നടന്നതിന് ശേഷവും ഈ അപകടത്തെക്കുറിച്ച് പറയാൻ പോലും അവർ തയ്യാറായില്ല. വീണ്ടും പരിപാടി നടക്കണം, അവരുടെ അധ്വാനം അതിന് ഫലമുണ്ടാകണം, പരിപാടി കഴിയണം, അവാർഡ് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, അതുൾപ്പെടെ പൂർത്തീകരിച്ചാണ് എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങിയത്. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, ആളുകൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു അറിയിപ്പ് പോലും നൽകിയിരുന്നില്ല. വീഴാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഒരു MLA ഇവിടെ നിന്ന് വീണു എന്ന് പോലും അവർ പറയാൻ കൂട്ടാക്കിയില്ല. ഈ പരിപാടികൾ ഉടൻ വൈൻഡപ്പ് ചെയ്യാൻ പോലുമുള്ള ഒരു ശ്രമം നടത്തിയില്ല.